ശ്രീ ശ്രീധർ രാധാകൃഷ്ണൻ, ദിവസക്കൂലിയായി 1500 രൂപയ്ക്കാണ് ഈ മലവും മാലിന്യം നിറഞ്ഞ ഓടയിലേക്ക് ഈ ജോയ് എന്ന ആൾ ഇറങ്ങിയത്. 1500 രൂപയ്ക്ക്. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ പറയുന്ന പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകൾ, പ്രായോഗികമായ ചില കാര്യങ്ങൾ നടപ്പാക്കി കാണിച്ച ഒരു വ്യക്തി കൂടി നമ്മുടെ ചർച്ചയിലുണ്ട്. താങ്കൾക്ക് ഈ കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്? റെയിൽവേക്ക് ഇതിലുള്ള ഉത്തരവാദിത്തം എത്രത്തോളമാണ്? റെയിൽവേക്ക് ഉത്തരവാദിത്തം ഇല്ല എന്നും ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ലല്ലോ. എനിക്ക് ഇതൊന്ന് ഞാൻ അടുക്കി പറയാൻ ശ്രമിക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മൾക്കിപ്പോൾ ഇത് ഈ ആമയിഴഞ്ചാൻ തോട് എന്നാണ് പറയുന്നതെങ്കിലും ആമയിഴഞ്ചാൻ തോടിലേക്ക് കണക്ട് ചെയ്യുന്ന വരുന്ന ഈ പഴവങ്ങാടി തോട് എന്നാണ് ഇതിൻ്റെ ശരിക്കുള്ളൊരു പേര്. അത് പോട്ടെ, ഈ പഴവങ്ങാടി തോട് അല്ലെങ്കിൽ ആമയിഴഞ്ചാൻ തോട് ഒഴുകി ചെന്നിട്ട് നമ്മുടെ ഈ റെയിൽവേയുടെ ടണലിൻ്റെ അടിയിൽ കൂടെ പോകുന്നു എന്നാണ്. അങ്ങനെ പോയിട്ട് നമ്മുടെ പഴവങ്ങാടിയിൽ വന്ന് ജോയിൻ ചെയ്ത് അവിടുന്ന് അവിടുന്ന് നമ്മുടെ കണ്ണമൂല ബ്രിഡ്ജിൻ്റെ അവിടെ ചെന്നിട്ടാണ് ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് ഇത് ചേരുന്നത്. അതുപോലെ രണ്ട് തോടുകൾ കൂടെ ഉണ്ട് തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് കണക്ട് ചെയ്യുന്നത് ഈ ആമയിഴഞ്ചാൻ തോട്ടിലേക്ക്. ഇവിടെ ഒരു പ്രധാന പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ തോടിൻ്റെ ഈ ഒഴുക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഈ തോട് വളരെ ക്രിട്ടിക്കലാണ്. അതായത് തിരുവനന്തപുരത്തെ എല്ലാ തോടുകളുമായിട്ടും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ആമയിഴഞ്ചാൻ തോടിന് അല്ലെങ്കിൽ ഈ പഴവങ്ങാടി തോടിന് വളരെ വലിയൊരു പ്രാധാന്യമുള്ളത് തമ്പാനൂരിൽ നിന്ന് വെള്ളം ഇറങ്ങിപ്പോകാൻ പറ്റുന്ന ഒരേ ഒരു തോടാണ്, അല്ലെങ്കിൽ ഇറക്കി വിടുന്ന ഒരേ ഒരു തോടാണത്. ആ തോടിലേക്ക് ഒരുപാട് മറ്റ് ഓടകളും എല്ലാം കണക്റ്റഡാണ്. അപ്പോൾ ഇതിനൊരു ക്രിട്ടിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ഇമ്പോർട്ടൻസ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള 2021 ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പഠനവുമുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കാം. അത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള പഠനമാണ്. അതിലെ ചില ഭാഗങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. രണ്ടാമത്തെ കാര്യം, അപ്പോൾ ആദ്യത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തോട് ഇവിടെ വന്നിട്ട് കോർപ്പറേഷൻ്റെ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഒരു കമ്പി വെച്ച് അടച്ചിട്ടുണ്ട്. അതിനപ്പുറത്തുള്ളത് റെയിൽവേയുടെ ഭാഗമാണെന്നാണ് പറയുന്നത്. ഈ റെയിൽവേയുടെ ഭാഗത്തും ഇതെല്ലാം പ്ലാസ്റ്റിക് ഒന്ന് അടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ടണൽ എന്ന് പറയുന്നത് കെട്ടിയിരിക്കുന്ന രീതി കണ്ടോ? അത് ഇപ്പുറത്തായാലും അത് ആ ടണലിനെ കുറിച്ച് നമ്മൾ കുറ്റം പറയുമ്പോൾ, റെയിൽവേയുടെ അടിയിലൂടെ പോകുന്ന ടണലിനെ കുറിച്ച് നമ്മൾ ഒരുപാട് പരാതി പറയുമ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ അത് അങ്ങേറ്റം അശാസ്ത്രീയമാണെന്ന് മാത്രമല്ല, ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഇപ്പം നമുക്ക് ഈ അടുത്ത കാലത്തായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്ന മഴയെ അതിന് ഒഴുകിപ്പോകുന്ന വെള്ളത്തിന് പിടിച്ചു നിർത്താൻ പറ്റുന്നതിനും വളരെ വലുതാണത്. എന്ന് പറഞ്ഞാൽ ഈ ടണൽ ഒരു കാരണവശാലും ഈ വെള്ളത്തെ കടത്തിവിടാൻ പറ്റില്ല. അത്രമാത്രം വെള്ളവും വരുന്നുണ്ട് ഇപ്പോൾ. ഇത് ഇവിടെ മാത്രമല്ല, ഈ റോഡിൻ്റെ സൈഡ് നോക്കുക. ഇന്ത്യൻ കോഫി ഹൗസ് എന്നും ഇതിൻ്റെ ഇടയ്ക്കുള്ള റോഡിൻ്റെ എവിടെയാണ് ഈ തോട് പോകുന്നത്? റോഡിൻ്റെ അടിയിൽ കൂടെ തന്നെയാണ്. ആ അടിയിൽ കൂടെ പോകുന്ന തോടും ഇതേ കണ്ടീഷനാണ്. വന്ന് പ്ലാസ്റ്റിക് അടിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ അപ്പുറത്ത് ഇളക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പുറത്ത് ഇളക്കുന്നതിനെ കുറിച്ചും കൂടെ ആലോചിക്കണം. നമ്മൾ ഇപ്പുറത്തുനിന്ന് നോക്കിയതാണ് ഈ ബ്രിഡ്ജിൻ്റെ അടച്ചു വെച്ചേക്കുന്നതിൻ്റെ അപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ കോർപ്പറേഷൻ്റെ വേസ്റ്റ് ഈ പറഞ്ഞ 7-ാം തീയതി നോട്ടീസ് കൊടുത്തു, 17-ാം തീയതി നോട്ടീസ് കൊടുത്തു, അത് കഴിഞ്ഞ് 29-ാം തീയതി കളക്ടർ നോട്ടീസ് കൊടുത്തു. അത് കഴിഞ്ഞ് 1.5 മാസത്തിന് ശേഷം ഈ ദുരന്തമുണ്ടാവുന്നു. ആ ദുരന്തമുണ്ടാവാൻ നമ്മളവിടെ ചെന്ന് നോക്കുമ്പോൾ കോർപ്പറേഷൻ്റെ ഭാഗത്ത് ഈ റോഡിൻ്റെ സൈഡിലേക്കുള്ള ആ ഭാഗത്ത് വേസ്റ്റ് ഇല്ലേ? അവിടെയും വേസ്റ്റ് ഉണ്ട്. അവിടെയും ഇതേപോലെ അടിഞ്ഞു കൂടി കിടക്കുകയാണ് കട്ടിക്ക്. അപ്പോൾ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അശേഷം ഇല്ലാത്തതിൻ്റെ ഒരു ക്ലിയർ സിംറ്റമാണ് നമ്മൾ അവിടെ കണ്ടതെന്നുള്ളതാണ്. രണ്ടാമത്, ആ ടണലിനെ ഞാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് 2021 എല്ലാ തിരുവനന്തപുരത്ത് ആ ഫ്ലഡുമായിട്ട് ടൊക്കട്ടയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫ്ലഡ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആ പഠനം നടക്കുന്നത്. എല്ലാ തോടുകളെയും അവർ വിശദമായിട്ട് പഠിക്കുകയും ഇത് 15 അനന്തയുടെ പ്രോജക്റ്റിനകത്ത് ഇതേപോലെ വലിയൊരു പഠനം നടത്തിയിട്ടാണ് ഇൻ്റർവെൻഷൻ നടത്തുന്നത്. അത് ജിജി തോമസ് സാർ അതിനെക്കുറിച്ച് കൃത്യമായി പറഞ്ഞു. പക്ഷേ ഈ പഴവങ്ങാടി തോടിനെ കുറിച്ച്, ഈ ഭാഗത്തെക്കുറിച്ച് പറയുന്നത് ഞാൻ വായിക്കാം. 3 വളരെ സിമ്പിൾ കാര്യങ്ങളാണ്. അണ്ടർ ദ കവർ ഓഫ് നൈറ്റ്, anti-social elements are dumping a lot of waste into the തോട്. At present condition, day by day cleaning is required. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് റിപ്പോർട്ടാണ്. രണ്ടാമത്തെ പോയിന്റ്, the major cause of flooding in Tambanur area is due to the choking of the tunnel passing under the central railway station. മൂന്നാമത്തെ പോയിന്റ് ക്രിട്ടിക്കലാണ്. A new tunnel is needed through this railway compound. നമ്മൾ വെറുതെ മുറിവിന് ഈ കഴുകിക്കൊണ്ടിരിക്കുകയാണ്, വൃത്തിയാക്കാൻ. ആ അസുഖം മാറ്റാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. 2021 വന്ന ഈ റിപ്പോർട്ട് 24 ഈ ദുരന്തം വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ റിപ്പോർട്ട് വരെ കാണുന്നത്.
ഈ റിപ്പോർട്ട് ഇതുവരെ എടുത്തു വെച്ച് നോക്കിയിട്ടില്ല, ഇപ്പോഴും നോക്കിയിട്ടില്ല കേട്ടോ. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ടാണ്. ഇത് നടപ്പാക്കാനായിട്ട് അന്ന് തന്നെ 412 കോടി ലക്ഷവും 413 ലക്ഷവും, അതായത് 4-4.5 കോടി എല്ലാം കൂടെ 8-8.5 കോടി രൂപയുടെ അടങ്കൽ വിട്ടിട്ട് 3 മാസം കൊണ്ട് ഈ പണി ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതാണ്. ഒന്നും നടന്നിട്ടില്ല. രണ്ടാമത്തെ എൻ്റെ കണ്ടൻഷൻ ഞാൻ പറയട്ടെ. ഈ കേരളത്തിൽ ഇപ്പോൾ ഉള്ള ഒരു പ്രത്യേക ഗവർണൻസുമായിട്ട്, ഭരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പ്രത്യേക സൂക്കെടുപ്പുണ്ട്. അത് ഗവൺമെന്റിന് കൃത്യമായി പിടിച്ചിട്ടുണ്ട്. എല്ലായിടത്തും അത് ബാധിക്കുന്നുണ്ട്. എന്താണ് ആ സൂക്കേട്? ആരെങ്കിലും മരിച്ചാൽ മാത്രമേ നടപടി എടുക്കുള്ളൂ എന്നുള്ളതാണ്. അത് റോഡിലെ കുഴിയായാലും കൊള്ളാം, മറ്റേ ഓടയിലെ സ്ലാബ് ഇളവി കിടക്കുന്നതായാലും കൊള്ളാം, ഒന്ന് വീണ് ചാവണം. വളരെ ക്രൂരമായും വിഷമത്തോടെയും പറയുകയാണ്. അതാണ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്. അത് ഞാൻ രാഷ്ട്രീയക്കാരെ ബ്യൂറോക്രസിയെ മാത്രമായിട്ട് ഇങ്ങനെ എടുത്തു വെച്ച് കുറ്റം പറയില്ല. ഈ ഹോൾ സിസ്റ്റം ഇന്ന് ഗവർണൻസ്, മുഖ്യമന്ത്രി തൊട്ട് താഴോട്ട് മേയർ തൊട്ട് ഉദ്യോഗസ്ഥരോട്ട് എല്ലാവരും ഇപ്പം ബിഹേവ് ചെയ്യുന്നത് ഒരേ രീതിയിലാണ്. ആ രീതി എന്താണ്? എന്തെങ്കിലും ഒരു ഈ കൺസ്ട്രക്ഷനുമായിട്ടോ നമ്മുടെ ഫെസിലിറ്റീസുമായിട്ടോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, ഒരു കുഴി റോഡിലുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ ഒരു വേസ്റ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്, ആക്ട് ചെയ്യണമെങ്കിൽ ആരെങ്കിലും അവിടെ വീട് ചാവണം. അൺഫോർച്ചുനേറ്റാണ്. ഇത് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പ്രധാന പോയിന്റ്, ഇത് നമ്മുടെ കോർപ്പറേഷൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് പറയാനുള്ള കാര്യമാണ്. 2015 നമ്മളുടെ ഈ വിളപ്പിൽശാല പ്ലാന്റ് പൂട്ടിയിട്ട് തിരുവനന്തപുരം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് 2015 VK പ്രശാന്ത് എന്ന് പറയുന്ന ഒരു മേയർ വന്നതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ആ മനുഷ്യർ അസലായിട്ടുള്ള പെർസ്പെക്റ്റീവ് ഉള്ളത് കൊണ്ടും അന്ന് ഡോക്ടർ തോമസ് ഐസക്കിനെ പോലത്തെ ഒരാളുടെ ബാക്കപ്പ്, നല്ല സ്ട്രോങ് ബാക്കിംഗ് കൊടുത്തത് കൊണ്ടും ഒരു 3-4 വർഷം കൊണ്ട് തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ മാതൃകാപരമായിട്ട് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു സിസ്റ്റം തന്നെ, ഒരു ഫിലോസഫിയും ഉണ്ടായി. അത് എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുള്ള സിസ്റ്റംസും ബിൽഡ് ചെയ്ത് MRFും RRFും മിനി MRFസും ഒക്കെ കൊണ്ടുവന്ന് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിലേക്ക് എത്തിയതാണ്. ആ എത്തിയതിനെ ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയും ഇപ്പോൾ വന്നിട്ടുള്ള മേയർ അടക്കമുള്ളവർ വളരെ മെറ്റിക്കുലസ് ആയിട്ട് ഇതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണോ, ഉത്തരവാദിത്വമില്ലാത്തത് കൊണ്ടാണോ, അതേ ഒരു നെഗ്ലിജൻസിൻ്റെ ഭാഗമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ കൃത്യമായിട്ട് ഈ മാതൃകാപരമായിട്ടുള്ള ലോകോത്തര രീതിയിൽ അവാർഡ് വരെ കിട്ടിയിട്ടുള്ള ഈ സംവിധാനത്തിനെ പൊളിച്ചടുക്കുകയാണ്. ഒരു സംശയവുമില്ല. ഭാഗ്യവശാൽ ഇപ്പോൾ ഗായത്രി ബാബു ഈ ചർച്ചയിലുണ്ട്. ഗായത്രി ബാബു ഹെൽത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് വന്നതിന് ശേഷമാണ് ഇതിനെ കുറച്ചെങ്കിലും റിവൈവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നമ്മൾ ഉള്ളത് പറയണമല്ലോ, കുറച്ചെങ്കിലും റിവൈവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. കാരണം ഗായത്രി ബാബുവിന് ഇത് കുറച്ചെങ്കിലും ചെയ്ത് പരിചയം മനസ്സിലാക്കാനുള്ള കേപ്പബിലിറ്റിയും ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഷീ ഈസ് കൺസേൺഡ്, അതുകൊണ്ട് ഇത് നടക്കുന്നുണ്ട്. പക്ഷേ മേയർ ഒരു അട്ടർ ഫെയിലിയറാണ് എന്ന് സങ്കടത്തോടെ, വിഷമത്തോടെ പറയേണ്ടി വരും. ഇറ്റ് വാസ് എ ബാഡ് എക്സ്പെരിമെന്റ്. മാത്രമല്ല ഈ ഘട്ടത്തിൽ അവരുടെ പ്രതികരണം ഏത് രൂപത്തിലായിരുന്നു എന്നടക്കം നമ്മൾ കണ്ടതാണ്. അത് പല വിഷയങ്ങളിലുമുണ്ട്, നമുക്ക് അതിലേക്ക് പോകാൻ പറ്റില്ല. ശരിയാണ്. ശ്രീ അനിൽ തിരുമല, BJP കൗൺസിലർ. അനിൽ തിരുമല, അതെ സ്മൃതി, നാലാമത്തതും ഫൈനൽ പോയിന്റ്. ശരി അല്ലെ, ഒരു ഫൈനൽ പോയിന്റ്. ശരി, പറഞ്ഞോളൂ. ഓപ്പറേഷൻ അനന്ത കേരളത്തിൽ നിർബന്ധമായും കൊണ്ടുവരണം. തിരുവനന്തപുരത്ത് ഓപ്പറേഷൻ അനന്ത ഹാസ് ടു ബി, അത് തിരിച്ച് റിവൈവ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അതിനൊരു ഷോർട്ട് കട്ട് ഇല്ല. നമ്മുടെ തോടുകൾ എന്താണ് കൃത്യമായി ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് 2021 ഇറിഗേഷൻ റിപ്പോർട്ടുണ്ട്. 2015 ഇവർ നടത്തുമ്പോഴത്തേക്കും അവർക്കുണ്ടായിട്ടുള്ള ജിജി തോമസനും ബിജു പ്രഭാകറും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാനും ഉണ്ട്. നമുക്കിതൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, ഇത് ചെയ്യണം എന്നുള്ളതും ഇനി ഒരു ദുരന്തം സംഭവിക്കുന്നതിന് മുമ്പ് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്താൽ നന്നായിരിക്കും. Debate with Smriti Parithikad.